ആ വോയിസ് ക്ലിപ്പ്, ആ കോൾ റെക്കോർഡ് എന്ന് പറയുന്നത് അതിന് മുന്നേ, ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കുന്നതിന് മുന്നേ ഞാൻ മാധ്യമപ്രവർത്തകനോട് സംസാരിച്ച റെക്കോർഡിംഗ് ആണ്. അതേ മാധ്യമപ്രവർത്തകന്റെ അടുത്താണ് ഞാൻ പിന്നീട് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തി സംസാരിക്കുന്നത്. ആ സമയത്ത് എനിക്ക് ഭയമായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് സംസാരിക്കാതിരുന്നത്. അന്ന് എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തത്. പിന്നീട് അത് വെളിപ്പെടുത്താൻ മറ്റുള്ള വ്യക്തികൾ വെളിപ്പെടുത്തി വന്നപ്പോൾ എനിക്കും അങ്ങനത്തെ അനുഭവം ഉണ്ട് എന്ന് ഞാൻ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയുണ്ടായത്. അയാളുടെ ലൈംഗിക വൈകൃത സ്വഭാവമാണ് ഞാൻ തുറന്നു കാണിച്ചത്. അത്തരത്തിലല്ല എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പൊ അതിനുശേഷവും ഇപ്പോഴും എന്നെ സോഷ്യൽ മീഡിയയിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം അടച്ചാക്ഷേപിക്കുകയും എന്നെ വേട്ടയാടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ സംസാരിച്ചത് രാഹുൽ എന്നെ സംബന്ധിച്ച് നല്ലൊരു സുഹൃത്താണ്, എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല എന്ന് പറഞ്ഞാണ് റിപ്പോർട്ടർ സംസാരിക്കുന്നത്. റിപ്പോർട്ടർ എന്നെ ഡയറക്റ്റ്ലി വിളിച്ചതല്ല, അതൊരു കോൺഫറൻസ് കോളാണ്. അതിൽ വേറെ രണ്ടുപേരും അതിലുണ്ടായിരുന്നു, ഇൻക്ലൂഡഡ് ആയിരുന്നു. അങ്ങനെയുള്ളൊരു കോളായിരുന്നു എനിക്ക് വന്നത്. അന്ന് സംസാരിച്ചത് അങ്ങനെ തന്നെയാണ്. അത് പിന്നീടാണ് എനിക്ക് ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു മുഖം കൂടി ഉണ്ടെന്ന് തുറന്നു കാണിക്കാൻ സ്റ്റേജ് കിട്ടിയ സമയത്താണ് ഞാൻ അത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത്. അതായത് പലരോടും രാഹുലിന് ബന്ധമുണ്ട് എന്നറിയുന്നതാണ് അവന്തികയെ വേദനിപ്പിക്കുന്നത്, ആണോ? തീർച്ചയായും പലരിടത്തും ഇങ്ങനെ തന്നെയാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നത്. അതിന് മുന്നേ എൻ്റെ അടുത്ത് മാത്രമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിനുശേഷം ആ നടിയുടെ ഉൾപ്പെടെ മറ്റുള്ള വ്യക്തികളുടെയൊക്കെ തുറന്നു പറച്ചുകൾ വരുന്നത്. ആ സമയത്തും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്ക് ധൈര്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എൻ്റെ പേഴ്സണൽ ഫോട്ടോസും എൻ്റെ പേഴ്സണൽ ലൈഫിലേക്കും കയറി ഇവർ എന്നെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ സൈബർ പോരാളികളായാലും അല്ല ഇയാളെ അനുകൂലിക്കുന്ന ആരായാലും എന്നെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്.